ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. രാം രാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സ്തുതികളാണ് ഇവിടെ പാരായണം ചെയ്ത് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാലകാണ്ഡത്തിലെ ബ്രഹ്മസ്തുതിയാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. വക്താവായ ശ്രീ പരമേശ്വരൻ ശ്രോതാവായ മഹേശ്വരിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ കഥാകഥനം തുടരുകയാണ്. രാവണൻ മുതലായ രാക്ഷസരെ കൊണ്ട് അവരുടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ഗോരൂപം കൈക്കൊണ്ട് തൻ്റെ സങ്കടം ബ്രഹ്മാവിനോട് പറയുകയാണ്. ഭാരം സഹിക്കാൻ വയ്യ എന്ന് പറയുന്നത് ഘനം കൂടുന്നു എന്നല്ല, അവരുടെ ദുഷ്ടപ്രവൃത്തികളാൽ ദുഃഖം വർദ്ധിക്കുകയാണ്. അവിടെ ബ്രഹ്മാവ് മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം ഈ സ്ഥിതി വിഷ്ണുവിനെ അറിയിക്കുക തന്നെ, അല്ലാതെ വേറെ വഴിയില്ല എന്നാലോചിച്ച് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഭൂമിദേവിയെയും മറ്റ് ദേവന്മാരെയും ഒക്കെ കൂട്ടി വിഷ്ണുവിനെ സമീപിക്കുകയാണ്. അങ്ങനെ അവർ ക്ഷീരസാഗര തീരത്തെത്തി ധ്യാനനിരതരായി പുരുഷ സൂക്തം കൊണ്ട് ആ ഭഗവാനെ വേണ്ടതുപോലെ ആരാധിച്ചു. ആ സമയത്ത് അവിടെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷനാവുകയാണ്. ആ രൂപത്തിൻ്റെ ഒരു വർണ്ണന, ആ രൂപം ദർശിച്ച് ബ്രഹ്മാവ് ആഹ്ലാദപൂർവം കീർത്തിക്കുകയാണ്. ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചനം നേടിയ മഹായോഗിമാർ പോലും കൊതിയോടെ കാത്തിരുന്നിട്ടും കാണാൻ പ്രയാസമുള്ളതാണ് ആ മനോഹരമായ ഭഗവാന്റെ രൂപം എന്നുള്ളതാണ്. അതിമനോഹരമായിട്ട് ഭഗവാന്റെ ആ രൂപത്തെ അവിടെ വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് സ്തുതിയിലേക്ക് കടക്കാം. ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ, അവിടുന്ന് തൊട്ടാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവദ്രൂപം
മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരമന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ഛനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകോത്സവം സത്സേവിതം മേരുസന്നിഭ കിരീടോദ്യൽ കുണ്ഡലമുക്താഹാരകേയൂരാംഗത ഘടകഘടിസൂത്രവലയാങ്കുലീയഗാദ്യാഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി ഞാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപതേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാനയജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സാധിക്കണമെങ്കിലോ ഭവൽ പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി. സംസാരാമയ പരിതപ്തമാനസന്മാരാ പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണമോർത്തു മമ മനസി പരിതാപം. കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ തരുണാരുണസമ ചരണസരസിജ സ്മരണമുണ്ടാവാനായി തരികവരം നാഥ കരുണാകര
പോറ്റി. ശരണം ദേവ രമാരമണ ധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പദ്മാക്ഷ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അവിടെ ഈ സ്തുതിയിൽ ആ ഭഗവാന്റെ പരമാർത്ഥമായ രൂപം, അതായത് സത്യം, ജ്ഞാനം, അറ്റമില്ലാത്ത ആനന്ദം, ഇങ്ങനെയുള്ള ആ സച്ചിദാനന്ദ മൂർത്തിയെ, ആ പരബ്രഹ്മസ്വരൂപത്തെ ബ്രഹ്മാവ് കൺകുളിർക്കെ കണ്ടുകൊണ്ട് സ്തുതിക്കുകയാണ്. അവിടെ ഏകമാണ്, അദ്വയമാണ് ഭഗവാൻ എന്ന് പറയുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇവ മൂന്ന് മൂർത്തികൾക്ക് പകുത്തു കൊടുത്തതായിട്ടാണ് സ്വതവേ പരികൽപ്പന. ഇവിടെ ആ വിഷ്ണുവിൻ്റെ മഹത്വം സ്ഥാപിക്കാൻ എല്ലാത്തിനും ഉത്തരവാദി അദ്ദേഹം തന്നെ എന്ന് വാഴ്ത്തുകയാണ്. പിന്നെ പറയുന്നു, വേദപഠനം, തപസ്, ദാനം, യാഗം മുതലായ കർമ്മങ്ങളാൽ ആ ഭഗവാനെ കണ്ടുകിട്ടാനാവില്ല. ആ കർമ്മങ്ങളെ കൊണ്ട് മോക്ഷം അല്ലെങ്കിൽ കൈവരും എന്ന അഭിപ്രായത്തെ അവിടെ നിഷേധിക്കുകയാണ്. മോക്ഷത്തിന് നിദാനം എന്താണെന്നാ പറയുന്നത്? ഭക്തി തന്നെയാണ് എന്ന് പറയുന്നു. മാത്രവുമല്ല, അവിടെ ബ്രഹ്മാവ് പറയുന്നു, മരണത്തെക്കുറിച്ചോർത്ത് എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. ആ മരണകാലത്ത്, ആ അന്ത്യകാലത്ത് അങ്ങയുടെ ആ തൃപ്പാദപത്മങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരണേ, ആ സ്മരണ എന്നുള്ളിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മദേവൻ. മറ്റൊന്നുകൂടി പറയുന്നുണ്ട് അതിനു മുമ്പ്. ഈ പ്രാപഞ്ചികത എന്ന രോഗം, അതാണ് അവിടെ പറഞ്ഞത്. സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം. ഈ പ്രാപഞ്ചികത എന്ന രോഗം കൊണ്ട് നീറുന്ന മനസ്സോടുകൂടിയ മനുഷ്യർക്കുള്ള ഏകമരുന്ന് എന്താണ്? അവിടെ ഏകമരുന്നുള്ളത് ആ ഭഗവാനോടുള്ള ഭക്തിയാണ് അതിനുള്ള ഏകമരുന്ന് എന്നുകൂടി അവിടെ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള വളരെ ചെറിയ ഒരു സ്തുതി ഇവിടെ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ.